എൻ്റെ പേര് അലീന വിൽസൺ. ഇതെൻ്റെ ഫ്രണ്ട് അനുജെറി. ഞങ്ങൾ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ നിന്നാണ് വരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി യേശുനാമത്തിൽ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ BSc നഴ്സിംഗ് പഠനകാലത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനിത് 2ാം തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും കിട്ടിയ അനുഭവങ്ങൾ ഞാനന്ന് ഇവിടെ പറഞ്ഞിരുന്നു. 2025 മെയ് 26-നാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ 3rd ഇയറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സീനിയേഴ്സും മാംസും എല്ലാവരും പറയുമായിരുന്നു ഡിസ്റ്റിങ്ഷൻ മേടിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള വർഷമാണ് 3rd ഇയർന്ന്. പക്ഷെ അപ്പം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഡിസ്റ്റിങ്ഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന്. പക്ഷേ ഏറ്റവും ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ മാത്രമുള്ള മെറിറ്റ് ഒന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ റൂമിലുണ്ടായ കൃപാസന മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ എഴുതി വെച്ചു, മാതാവേ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ അമ്മയുടെ ഹിതം പോലെ എനിക്കത് നടത്തി തന്നാൽ മതിയെന്ന് ഞാൻ അമ്മേനോട് എഴുതി പ്രാർത്ഥിച്ചു. അതേപോലെ ഓൺലൈൻ ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ടൈമായി, ഡേറ്റൊക്കെ വന്നു എന്നാണ് എക്സാമിന്. പക്ഷേ എനിക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ തുടങ്ങണമെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞ് എന്നെ പഠിപ്പിക്കണം, എന്നിട്ട് ഞാനത് ഉറക്കെ വായിച്ച് പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ അമ്മ മാതാവിന് നേരത്തെ അറിയാവുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തക്ക വിധം മാതാവൻ അത്രത്തോളം ഉയർത്തി. അവരെന്ത് ഡൗട്ട് ചോദിച്ചാലും അതെനിക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം എന്നെ മാതാവ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ 3rd ഇയറിലെ എക്സാം സമയത്ത് എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തന്ന ഉടമ്പടി മെഴുകുതിരിയിൽ ഈശോയുടെ തിരുഹൃദയം കണ്ടിട്ടുണ്ട്. അതേപോലെ മുല്ലപ്പൂ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 3rd ഇയറിലെ എക്സാം റിസൾട്ട് വന്നു. ഞാൻ അമ്മ മാതാവിനോട് എന്താണോ പറഞ്ഞ് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് 3rd ഇയറിൽ ഡിസ്റ്റിങ്ഷൻ നൽകി എന്നെ അനുഗ്രഹിച്ചു. അതേപോലെ 4th ഇയറിൽ പഠിക്കുന്ന സമയത്ത് വളരെ ടൈം കുറവായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിരുന്നു എന്തായാലും സിലബസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ആകെ വഴി എൻ്റെ മുന്നിൽ ഞാൻ കണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് പോയേക്കുന്നത്. അതും മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. മാതാവിനോട് കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ചോദിക്കും, അത് പഠിക്കും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ 5 പേരാണുള്ളത്. ഞങ്ങൾ 5 പേരും കൈകോർത്ത് പിടിക്കും. എന്നിട്ട് ആദ്യം തന്നെ വചനങ്ങൾ ചൊല്ലും. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ വചനവും അതേപോലെ വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ 4th ഇയറിലെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു. ഞങ്ങൾ എപ്പോഴും എക്സാമിന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എൻ്റെ അമ്മേനെയൊക്കെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി തിരി കത്തിച്ച് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് അമ്മ അടയാളമായിട്ട് തിരി വലിയ ആളി ഇങ്ങനെ കത്താറുണ്ട്, അമ്മ അടയാളം തന്ന്. അതേപോലെ എൻ്റെ അമ്മ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കും. അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങൾ എക്സാം സെൻറ്റർ വരെ നടന്നു പോകുന്നത് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് എക്സാം സെൻറ്റർ വരെ നടക്കുന്നത്. അതേപോലെ അവിടെ ചെന്നിട്ടും എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് ആരും ചവിട്ടാത്തൊരിടത്ത് പോയിട്ട് ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മാതാവ് ഈ ഒരു എക്സാം ഇനി 2ാമത് ഞങ്ങളെ കൊണ്ട് എഴുതിക്കാൻ ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ എക്സാം സെൻറ്ററിലോട്ട് കയറുന്നത്. അതേപോലെ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഏത് എക്സാമാണോ ഒന്ന് കഴിഞ്ഞത് ആ ബുക്ക് ഉടമ്പടി പത്രത്തിൽ പൊതിഞ്ഞ് ഞങ്ങൾ മാറ്റിവെക്കും. ഈ എക്സാം ഇനി എഴുതിക്കരുതെന്ന് പറഞ്ഞ്. ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ബുക്ക്ലെറ്റിൽ തൈലം പൂശിയും അതുപോലെ ഉടമ്പടി വസ്തുവായ ഉപ്പും ഇട്ടിട്ടാണ് എക്സാം എഴുതാനിരിക്കുന്നത്. അങ്ങനെ 4th ഇയറിലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം ഉണ്ട്. ആ എക്സാമിന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമെന്നോ ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഞാൻ എക്സാമിന് ഇരുന്നു. അമ്മനോട് അപ്പോഴേ പ്രാർത്ഥിച്ചു, എൻ്റെ ഇടത്തും വലത്തും ഈശോയും മാതാവ് ഇരുന്നിട്ട് എൻ്റെ കൈ പിടിച്ചായിരിക്കണം എനിക്ക് എക്സാം എന്നെ എഴുതിപ്പിക്കേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് 3 ചോദ്യങ്ങൾ എനിക്ക് അറിയാവുന്നുള്ളൂ. ഇതും കൊണ്ട് എനിക്ക് എന്തായാലും പാസ്സാകാൻ പറ്റത്തില്ല. ഞാൻ ഇതേപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൈ പിടിച്ച് എഴുതിക്കണം. ഞാൻ എക്സാം എഴുതി കുറച്ചായപ്പോൾ എൻ്റെ കയ്യിലോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത്
ഉടമ്പടി കാശുരൂപത്തിൻ്റെ അതേ നിറത്തിൽ എൻ്റെ കയ്യിൽ മഷി ഇങ്ക് കലർന്നിരിക്കുകയാണ്, പേനയുടെ ഇങ്ക്. അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൈ പിടിച്ച് എഴുതിച്ചിട്ടുണ്ട്, ഞാൻ ഈ എക്സാം എന്തായാലും തോൽക്കില്ലാതെ എൻ്റെ അമ്മ മാതാവ് പാസ്സാക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇതേപോലെ തന്നെയായിരുന്നു റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിന്. സ്റ്റാറ്റിസ്റ്റിക്സ് 25 മാർക്കിനാണ്. അപ്പോൾ എന്തായാലും ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അവിടെ ഞാൻ കാണിച്ചത് ബാക്കിൽ നിന്ന് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ലോങ് ക്വസ്റ്റ്യൻസ് ഫ്രണ്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ നടുക്കത്തെ പേജ് മൊത്തം ബ്ലാങ്ക് ആയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ടൊന്നും എഴുതാനുമില്ല. ഞാൻ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് വിട്ടു. ആൻസർ ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻവിജിലേറ്ററിന് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത് ഈ പേപ്പർ ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ മാതാവായിരിക്കണം, ഈ പേപ്പർ ചെക്ക് ചെയ്യേണ്ടത്, എന്നാലേ എനിക്കിത് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ കൊടുത്തത്. അങ്ങനെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. പ്രാർത്ഥനയിൽ നല്ലോണം പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കരുണക്കൊന്തൊക്കെ ചൊല്ലാറുണ്ട്, അതുപോലെ വചനം എഴുതി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നത് ജൂൺ 10-നാണ് റിസൾട്ട് വന്നത്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജൂൺ 15-നായിരുന്നു. ഞാൻ ഉടമ്പടി പത്രികയിലും വെച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ നൽകിയാണ് എന്നെ അനുഗ്രഹിക്കേണ്ടതെന്നാണ്. അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നെ മാതാവ് 4th ഇയറിലും ഡിസ്റ്റിങ്ഷൻ നൽകിയാണ് അനുഗ്രഹിച്ചത്. ഉടമ്പടി സാക്ഷ്യം വഴി ഇവക്കുണ്ടായ അനുഭവം എൻ്റെ ഫ്രണ്ട് പറയുന്നതാണ്. എൻ്റെ പേര് അനുജറി. ഞങ്ങൾ ഒന്നിച്ചാണ് നഴ്സിംഗ് പഠിക്കണത്. അമ്മ മാതാവും തിരുക്കുമാറിനും എനിക്ക് ഉടമ്പടി എടുക്കുന്നത് വഴി എനിക്ക് നേടിത്തന്ന അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മെയ് 1, 2026 ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ 4 വർഷവും ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് സൈക്കോളജിയുടെ സമയത്താണ് എനിക്ക് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഫുള്ളും വൈറൽ ഫീവർ വന്ന് എനിക്ക് 103 ഡിഗ്രി പനിയായിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കമ്പൈൻ സ്റ്റഡിയാണ് സൈക്കോളജിക്ക് കൂടുതലും ഏറ്റവും എളുപ്പം അതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പനിയായിട്ട് കിടക്കണത്. എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഞാൻ കിടപ്പായിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്കിനി എക്സാം എഴുതാൻ പറ്റുമോ, എനിക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഫെയിലായി പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇവളെനിക്ക് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിപ്പിക്കും. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു. അങ്ങനെ എക്സാമിന് തൊട്ട് മുന്നേ എൻ്റെ പനി മാറുകയും എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാൻ പറ്റി. സെക്കൻഡ് ഇയറും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. തേർഡ് ഇയർ ഞങ്ങളിതുപോലെ വചനങ്ങൾ ചൊല്ലിയാണ് നല്ലോണം പ്രാർത്ഥിച്ചാണ് പഠിക്കാനായിട്ടിരിക്കണത്. ബൈബിള് വായിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. 2:30ക്കും ഞങ്ങൾ ചെല്ലാറുണ്ട്, എല്ലാവരോടും ഒന്നിച്ചാണ് ചെല്ലണത്. അങ്ങനെ എക്സാമിന് വേണ്ടി ഞങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് മാംസ് പറഞ്ഞ് നല്ല തേർഡ് ഇയർ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് പോയി 10 പേരോടി ഞങ്ങൾ കൈപിടിച്ചാണ് വചനം ചൊല്ലി പ്രാർത്ഥിക്കണത്. അവിടെ ആരും ചവിട്ടാത്ത രീതിയിൽ ഉടമ്പടി വസ്തുക്കൾ ഞങ്ങളവിടെ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് സെൻറ്ററിൽ കയറണത്. കാശുരൂപം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാണ് എഴുതണത്. അങ്ങനെ റിസൾട്ടിൻ്റെ സമയം റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ ആ PDF ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ ഫെയിൽ ആവുമെന്ന് എനിക്ക് പേടിയായി. അങ്ങനെ ഇരിക്കണ സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ്, നീ പേടിക്കണ്ട, എന്തായാലും നീ പാസ്സാവും, നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ നല്ലോണം പഠിച്ചല്ലോ, നല്ലോണം പ്രാർത്ഥിച്ച്, പിന്നെ എനിക്ക് എന്ത് പറ്റിയെന്നായിരുന്നു. കാരണം ഞാൻ അത്രയും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി തൈലം എൻ്റെ രജിസ്റ്ററിൽ ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ പറഞ്ഞു, പേടിക്കണ്ട, നീ എന്തായാലും പാസ്സാവും. എൻ്റെ മാം എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്ക് നോക്കാം, മെമ്മോ വരട്ടെ, നമുക്ക് നോക്കാം, എന്തായാലും പാസ്സാവും മോൻ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് പറഞ്ഞ് അങ്ങനെ തൈലം പുരട്ടി ഞാൻ രജിസ്റ്റർ നമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ആവർത്തിച്ച് ചൊല്ലി. റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് മെമ്മോ വന്നത്. എൻ്റെ മെമ്മോ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഏറ്റവും നല്ല മാർക്ക് തന്ന എൻ്റെ മാതാവ് തിരുക്കുമാരൻ വരെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി ഞാൻ പറയുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് മുന്നേ എൻ്റെ കയ്യിൽ ഞാൻ ഇതുപോലെ ഒന്നും കൊണ്ടുപോയി നടക്കില്ലായിരുന്നു. അതേപോലെ ജപമാല പോലും ഞാൻ മര്യാദയ്ക്ക് എത്തിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം
എനിക്ക് സമ്പൂർണ്ണ ജപമാല വരെ എനിക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതേപോലെ അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും അധികം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ ഒപ്പം പോയിട്ട് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ളവരെയൊക്കെ പോയിട്ട് കാണും. അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽസിൽ പോയിട്ട് പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മലയാള പത്രവും അതുപോലെ തെലുങ്ക് പത്രവും വാങ്ങിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും. അതേപോലെ കർഷരൂപത്തിൻ്റെ ലോക്കറ്റും അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇനിയും ഒത്തിരി ചെറുതും വലുതായിട്ടുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അലീന വിൽസണും അനുജറിയും തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മക്കളുടെ വാക്കിൽ തന്നെ നമുക്ക് ബോധ്യമുണ്ടായിരുന്നു എപ്രകാരം ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും പ്രാർത്ഥനകളോടും വിശുദ്ധ വസ്തുക്കളോടൊക്കെ ചേർന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അവർ ക്രമപ്പെടുത്തി എന്നുള്ളത്. അതുതന്നെയാണ് ഈ മക്കൾ കടന്നുപോയ ജീവിതാവസ്ഥകളിലും പഠനത്തിൻ്റെതായ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ നമുക്ക് ഈ മക്കളുടെ വാക്കിൽ തന്നെ കാണുവാനും കേൾക്കുവാനും സാധിക്കുകയുണ്ടായത്. ചില സെമസ്റ്ററിലൊക്കെ കടന്നു പോകുന്ന വിഷയങ്ങളും കമ്മ്യൂണിറ്റി എക്സാം ആണെങ്കിലും എക്സാമിനുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സമർപ്പിക്കുമ്പോഴും അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലേക്ക് പഠിക്കാൻ തന്നെ പാടായിട്ട് മാറുമ്പോഴും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് മാർക്ക് നൽകി അനുഗ്രഹിക്കുന്നത് എന്നിവരുടെ വാക്കുകൾ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്താൽ പറയുന്ന ഒന്നുകൂടിയാണ്. ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും മാറ്റണമേ എന്നും ഇവരുടെ ജീവിത പ്രവൃത്തികളിലും നന്മകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങളായിട്ടാണ് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്, അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മളെയും ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.